വിളിച്ചവരാരെങ്കിലും ഉണ്ടോടാ? ഞാൻ രാവിലെ വിളിച്ച്. ലച്ചു ഇന്നലെ കുളിച്ചായിരുന്നോ? ഇന്ന് കുളിച്ചില്ല. അത് വ്യക്തമല്ലേ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇന്നലെ കുളിച്ചായിരുന്നോ? ഓർമ്മയില്ല. ഈ ആഴ്ച കുളിച്ചോന്ന് ചോദിക്കച്ചാ. കൊച്ച നീ കുളിച്ചാ? ഇല്ല. അപ്പൊ മിണ്ടായി. നിക്കേ ഇനി കുളിയെ പറ്റി യാതൊരു സംസാരം വേണ്ട. 3 ദിവസത്തിനുള്ളിൽ കുളിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കാം. നീ കുളിമുറി കയറിയപ്പോ അറിയാതെ ഏതോ ടാപ്പി പിടിക്ക് തിരിച്ച് ഷവർ എന്ന് നിന്റെ തലയിൽ 2 തുള്ളി വെള്ളം വീണു. അങ്ങനെയല്ലേ നീ കുളിച്ചത് അല്ലേ? എന്നാൽ അത് മതി. അച്ഛൻ കുളിച്ചാ? തല കാണിച്ചാലേ ഉള്ളൂ. വൃത്തി മനസ്സിൽ മതി. ഗംഗാജല ദർശനം സ്നാനതുല്യം. നഹി നഹി കുളി. എന്താ നിർത്തച്ചാ? ഇതറ ഞാൻ സംസ്കൃതം പറയാൻ നിനക്ക് പിടിക്കില്ലേ? എന്റെ ഭാഷ ഞാൻ പറയുന്ന ഇറക്കാ അവളെ തല കൊട്ടി ഞാൻ കയറ്റി തരും കേട്ടോ. ഒന്നും മിണ്ടുന്നില്ല. ആര്? അവള്. ഉണ്ടാട്ടം ഇല്ല. ഓ ഉണ്ടാട്ടം ഇല്ലാതായിരിക്കണു. മന്ത്രവാദം വരുമ്പോ വടക്കം പാച്ചയാ. യേശു ശപിക്കും ഞാൻ. അറിയാലോ നമ്മുടെ കുടുംബത്തിന്റെ പ്രത്യേകത, ശപിച്ചു കളയും. മാമ ഇപ്പൊ അമ്മായിയുടെ അവസ്ഥ എന്താ? കൊടും ഭീകരാവസ്ഥ. ഇങ്ങനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കൊടും ഭീകരാവസ്ഥ വരും. തെക്കൻ കാറ്റടിക്കുമ്പോൾ വരും. വന്നേ പറ്റൂ. പക്ഷേ ഇവിടെ എന്താണ് നടക്കുന്ന അറിയാതെ എവിടെയോ വായി നോക്കി നിൽക്കുക. വരും, വരാതിരിക്കില്ല. എവളെ ഞാനൊന്ന് അടക്കി നിർത്തും. ചേട്ടാ, പുതിയൊരു ട്രെയിൻ ഉള്ളത് സ്പീഡിൽ പോകുന്നത്. അന്തേ ഭാരതാ? അതിനേക്കാളും സ്പീഡിലായിപ്പോ പോയത്. അച്ഛൻ വേറെ പോയിട്ട് കാണാനില്ല. വിചാരിച്ച പോലെ അല്ല അവള്. ശാസ്ത്രവും വേണം. എന്തൊക്കെ പറഞ്ഞാലും മന്ത്രത്തിന് അതിൻ്റെതായ പവറുണ്ട്. കീച്ച് മക്കളെ, മന്ത്രങ്ങൾ ഉരുവിട്ട് മഹാശക്തികളെ കീഴടക്കിയ കുടുംബമാണ് നമ്മുടേത്. 33 ദേവതകളെ, യക്ഷ കിന്നര കിം പുരുഷന്മാരെ, എന്റെ രാമമാമ എവള തടി. കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് തിളപ്പിച്ച് പോയി. ഉപ്പ കുടിക്കും. അളിയ വേറെ ആരെ കിട്ടിയില്ലടാ. എഴുന്നള്ളിച്ച് കൊണ്ടുവരാൻ പൂത്തൊഴിക്കാൻ പറ്റണില്ല. ഞാനെടുത്ത് പറയും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.